ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദില എന്ന വിഷജന്തുവിനെ ശരിക്കും പോർട്രേ ചെയ്തൊരു അവൾ തന്നെ പോർട്രേ ചെയ്തൊരു ഒരു ആക്റ്റായിരുന്നു കേട്ടോ. ഇത്രയും നാളും അവൾ കാണിച്ചു കൂട്ടിയ സകല കൊള്ളരുതായ്മകളും അനു എന്ന വ്യക്തിയുടെ തലയിൽ ഇട്ട് കൊടുത്ത് തലയൂരിപ്പോയ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. പുറത്ത് നിന്ന പ്രേക്ഷകർക്കറിയാം ഇവൾ എങ്ങനെയായിരുന്നു അവിടെ നിന്നതെന്ന്. ഒരിടത്ത് പോലും നിൽക്കാതെ മറുകണ്ഠം ചാടി 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 അവൾക്ക് പോലും അറിയത്തില്ല അവൾ എവിടെ നിൽക്കണമെന്ന്. ആ ഒരു രീതിയിൽ മാറി നടന്നൊരു വ്യക്തി. എന്താണെന്നറിയാം, നമ്മുടെ അനുമോളെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ചും അവർക്കൊരു സോറി പറയാം. എന്തെങ്കിലും നമ്മൾ മോശമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അവരോട് എന്തെങ്കിലും ഒരു മോശം ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവരോട് സോറി പറയേണ്ട ഒരു മൊമെൻ്റ് ആയിരുന്നു. ആദ്യം അവൾ സോറി പറഞ്ഞത് ആര്യൻ്റെതാണ്. ആര്യൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ആവുന്നതിന് മുൻപേ അവളെ ബ്ലോക്കാക്കി. അവൾക്കറിയാം അവൾക്കത് നെഗറ്റീവായിട്ട് വരും. ആര്യൻ അത് കണ്ടു, പറഞ്ഞും പോയി. ആദ്യം തന്നെ ആര്യൻ ആ നൂറയുടെ വയറിൽ ഉമ്മ വയ്ക്കുന്ന ആ കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് ഇവളുമാർ ഇതൊക്കെ പറയുമ്പോഴും അനു ഒരു അക്ഷരം പോലും തിരിച്ച് പറയുന്നില്ല. അനു നല്ല രീതിക്കാണ് അതിനെ ആര്യൻ്റെ ആ ഒരു ഇതിനെ അനു അവളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തത്. പക്ഷേ ഇവൾ പറയുന്നത് ഇത് മാനിപ്പുലേറ്റഡ് ആയെന്നുള്ള രീതിയിൽ അവൾ പിന്നീട് അത് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് ആര്യൻ്റെ അടുത്ത് സോറിയാണ്. ആര്യൻ എൻ്റെ അനിയനെ പോലെയാണ്, ബ്രദറിനെ പോലെയാണ്, അങ്ങനെയൊന്നും പറയേണ്ടി വന്നു. അന്ന് എന്തൊക്കെയായിരുന്നു ആര്യനെക്കുറിച്ച് പറഞ്ഞിരുന്നതെന്ന് അറിയാമോ? അതെല്ലാം ഇപ്പോൾ മാറ്റിയിട്ട് ആര്യൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞിട്ട് ഇവളുമാരാണ് ആര്യൻ്റെ അടുത്ത് പോയിട്ട് കൈ കൊടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ട് അനുവിനെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയാമോ? അനുവിൻ്റെ അടുത്ത് അവൾക്ക് നന്ദിയാണ് പറയേണ്ടത്. അവൾ അങ്ങോട്ട് പോയി 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 ഒരുപാട് മിണ്ടുമായിരുന്നു. മീൻസ് ഇങ്ങോട്ട് അനു വരാറേ ഇല്ല. അപ്പം ആ ഒരു കാര്യം കണ്ടിട്ട് സെൽഫ് റെസ്പെക്റ്റ് എങ്ങനെ ആയിരിക്കണം, ലൈഫ് ലെസൺ ആണ് അനു പഠിപ്പിച്ചത്. സെൽഫ് റെസ്പെക്റ്റ് പഠിപ്പിച്ചു. ഇനി അങ്ങോട്ട് ആരോടും പോയി മിണ്ടരുത്, നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളൊരിത്. അതേപോലെ ഈസിലി മാനിപ്പുലേറ്റഡ് ആവുന്ന വ്യക്തിയാണ് ഞാനെന്ന് അനു പഠിപ്പിച്ചെന്ന്. ആര്? ആദിലയോ? ആദിലെപ്പോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയെ ബിഗ് ബോസ് ഹൗസിൻ്റെ ചരിത്രത്തിൽ കാണത്തില്ല. അത്രയ്ക്കും മറുകണ്ടും ചാടി ഇവിടെ നിൽക്കും അവിടെ ചാടും, അവിടെ നിൽക്കും ഇങ്ങോട്ട് ചാടും. അവൾക്ക് തന്നെ അറിയത്തില്ല എങ്ങോട്ട് ചാടണമെന്ന്. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞ് ആര്യനെയും അക്ബറിനെയും ഒക്കെ ഷാനവാസിനെ ഉൾപ്പെടെ എല്ലാവരെയും ചീത്ത പറഞ്ഞ അവൾ പറയാണ് അനുവാണ് അവളെ മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചതെന്ന് പലരുടെയും കാര്യത്തിൽ. പിന്നെ പറയുന്ന കാര്യത്തിൽ ഒരിത്തിരി പോലും ജെനുവിനിറ്റി ഇല്ലയെന്ന് നമുക്ക് തോന്നിയിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് മനസ്സിലാവും അവർ ജെനുവിൻ അല്ലാന്ന്. എന്നിട്ട് ഒരു റെസ്പോണ്ടും ഇല്ലാതെ അത് കേട്ടിരിക്കണം എന്ന് അനു പഠിപ്പിച്ചെന്ന്. കേട്ടില്ലേ? അവൾക്ക് അവളുടെ ഫ്രണ്ടല്ലേ, എന്തെങ്കിലും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾക്ക് തുറന്ന് പറഞ്ഞൂടെ? അനു പറയുന്നതെല്ലാം ഒരു വാലിഡിറ്റിയും ഇല്ലാത്ത, ഒരു ഇതില്ലാത്ത കാര്യങ്ങളാണ്, ജെനുവിനിറ്റി ഇല്ലാത്ത കാര്യങ്ങളായിട്ട് അവളത് കേട്ട് അവൾക്ക് അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് അനുവിൻ്റെ അടുത്ത്. അതേപോലെ അവൾ പുറമേ ഫേക്ക്നെസ് കാണിക്കുമ്പോൾ മെൻ്റൽ പീസ് ആഗ്രഹിച്ച് പോകുന്നൊരു വ്യക്തിയായിരുന്നു ആദില. എന്നിട്ടും അനുവിനെ പോലെ ഒരു ഫേക്ക്നെസ്സിൻ്റെ അടുത്ത് അവൾ ഇത്ര നാൾ നിന്നു എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചു. പിന്നെ ഇവിടെ ഫ്രണ്ട്സ് ആയിരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ആര്യനെക്കുറിച്ചും അവൾ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അനു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആര്യൻ വന്ന സമയത്ത് റീഗൽ ജ്വല്ലറിയുടെ ആ ഒരു ടാസ്കിനകത്ത്, മീൻസ് റീഗൽ ജ്വല്ലറിയിൽ ഡയമണ്ട് കൊടുത്ത സമയത്ത് ആര്യൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത് കണ്ടപ്പം ആക്ടിങ് വളരെ സിമ്പിളാണെന്ന് പഠിപ്പിച്ച്. ആര്യനെക്കുറിച്ച് ഏറ്റവും മോശം പറഞ്ഞത് അവിടെ ആദില നൂറയല്ലേ? എന്നിട്ട് ആര്യൻ വന്നപ്പോൾ ഈ ആദില നൂറ ആര്യനോട് മിണ്ടിയില്ലേ? അപ്പോൾ അതെന്താണ്? അനുവിന് ആര്യൻ്റെ അടുത്ത് യാതൊരു വിധത്തിലുള്ള പേഴ്സണൽ പ്രശ്നങ്ങളും ഇല്ല. ആര്യൻ പോയ സമയത്തും അനു പറയുന്നുണ്ട് അവൻ എത്ര കാണിച്ചാലും അവൻ നമ്മളോടൊക്കെ വന്ന് മിണ്ടാറുണ്ട്, അതുകൊണ്ട് അനുവിന് അവൻ്റെ അടുത്ത് പേഴ്സണലായിട്ടൊരു കുഴപ്പവുമില്ല. പക്ഷേ അക്ബറിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു. ആ ആര്യൻ്റെ അടുത്ത് എപ്പോഴും അവർക്കൊരു ജെനുവിറ്റി സ്നേഹം ഉണ്ടാകുന്നുള്ളത് അനു പറഞ്ഞിട്ടുണ്ട്. ഇവനെക്കുറിച്ച് ഇത്രയും മോശം പറഞ്ഞ ആദിലും നൂറയും ഭയങ്കര ചിരിച്ചും കളിച്ചും പോയിട്ട് ആര്യൻ്റെ അടുത്ത് മിണ്ടിയത് എന്താണ്? ആ ആക്ടിന് എന്ത് പറയണം? അനു മിണ്ടിയപ്പം അത് സഹിച്ചില്ല. അനു മിണ്ടിയപ്പോൾ ഈ അനുവെങ്ങാണ് ഇനി ആര്യൻ്റെ ആ ഒരു കിസ്സിങ്ങിൻ്റെ സീൻ വല്ലതും എടുത്തിടുമ്പം അനു അതിനകത്ത് നല്ലവളും ഞങ്ങൾ മോശക്കാരും ആകും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ ആദില മുൻവിധി പ്രകാരം ആര്യനോട് സോറിയും പറഞ്ഞ് അനുവിനെ ആ ഒരു കാര്യത്തിൽ നൈസായിട്ട് എടുത്തിട്ടു. എത്ര ക്ലോസ് ആയാലും പുറത്ത് പോയാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല എന്ന് പഠിപ്പിച്ച വ്യക്തിയാണ് അനു. എന്നിട്ട് അക്ബർ ഖാനെ വരെ മാനിപ്പുലേറ്റ് ചെയ്തെന്ന്. ഈ അക്ബർ ഖാൻ്റെ അടുത്ത് ഈ ആദിലേക്ക് ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. വന്ന നാളെ തൊട്ട് അക്ബറിനോട് ദേഷ്യം ഉണ്ടായി. നമ്മുടെ ഷാനവാസിൻ്റെ കൂടെ നിന്ന് മാനിപ്പുലേറ്റഡ് ആയെന്ന് ഞാൻ പറയത്തില്ല, 3 പേരോട് ആലോചിച്ച് ചെയ്തൊരു ഒരു കാര്യമാണ്, ആക്റ്റാണ് അക്ബർ ഖാൻ്റെ അടുത്ത്. എന്നിട്ട് ഇപ്പോൾ അനു അതിനെ മാനിപ്പുലേറ്റ് ചെയ്തു. അതേപോലെ PR-ൻ്റെ കാര്യമൊക്കെ അക്ബറിൻ്റെ PR വെളുപ്പിക്കുന്നുണ്ട് അക്ബറിനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ കേട്ട് അതും അനുമോള് പറഞ്ഞത് കേട്ട് വിശ്വസിച്ച ആളാണ്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനല്ല, ആണ് ഇവിടെ എന്നുള്ള രീതിയിൽ നിന്നിട്ട് ഇന്നലെ അനുമോൾ ഇവരോട് പോയി മിണ്ടി, എല്ലാവരും പറഞ്ഞത് കേട്ടിട്ട്. അത് ജെനുവിനായിട്ട് പോയി മിണ്ടണം എന്ന് വെച്ചിട്ട്. പക്ഷേ
അവൾ ആ കാണിച്ചത് ആക്ടിങ് ആണെന്നും ഈ ആക്ട് എനിക്ക് പുറത്തു പോയി പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് ആദില അനുമോളെക്കുറിച്ച് പറഞ്ഞത്. താൻ പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ തനിക്ക് നേരെ നേരെ വരുമോ, നാളെ തനിക്കത് പ്രശ്നമാകുമോ എന്നറിഞ്ഞിട്ട് കൂടെ നിന്ന് പറഞ്ഞ വ്യക്തിയുടെ തലയിൽ എല്ലാം ഇട്ട് തലയൂരുന്ന ഇവളുടെ പോലെ ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഡബിൾ ഡാഡി സിൻഡ്രോം എന്നൊക്കെ പലരും ഈ ഇതിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ഒരു ആക്റ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ എന്താണ് പറയേണ്ടത്? അതിൽ പെർഫെക്റ്റ് ആയിരുന്നോ? അപ്പോൾ ഇത്രയും നാളും ഒരു കാര്യത്തിലും ഇല്ലായിരുന്നു. ആരെക്കുറിച്ചും കുറ്റം പറയാതെ അനുമോളുടെ മാനിപ്പുലേഷനിൽ വീണു പോയൊരു വ്യക്തി മാത്രമാണോ ഈ ആദില? അത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതാണ് അവിടെ ആദില നമ്മൾ അനുമോളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.